ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോവാണ് കേട്ടോ. ഫ്രൈഡേ പാർക്കിലേക്ക് പോയാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആണുങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വ്യാഴം വെള്ളി ദിവസം ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് കേട്ടോ പാർക്കിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പുറത്തെ ഇവിടെ എല്ലാ പാർക്കിലും അങ്ങനെ ഒന്നല്ല കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നു, ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെയല്ല കേട്ടോ, മീൻസ് ഒരു 2 മിനിറ്റ് നടക്കാൻ അത്ര ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറാനുള്ള വണ്ടി പോകുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 300 ഫിൽസാണ് കേട്ടോ കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് അങ്ങനെ സാധാരണ പൈസ എടുക്കാറില്ല. നമുക്ക് വലിയ ആൾക്കാർക്ക് 300 ഫിൽസാണ് കൊടുക്കേണ്ടത് 300 ഫിൽസാണ് കേട്ടോ. അപ്പം നമുക്ക് എടുത്തിട്ട് കയറാം. ലച്ചിനോട് ഞാൻ ചോദിച്ചോ യാസിസിൽ പോകണോ അല്ലെ പാർക്കിൽ പോകണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു പാർക്ക് പോകാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ അവൾക്ക് ഊരി കളിക്കാമല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ അതാകുമ്പോൾ ആകെ ഒരു 2-3 മിനിറ്റ് കേട്ടോ ഉള്ളൂ. ഇതാണ് പാർക്ക്. ആകെ ഈ പാർക്കിലേക്ക് 2-3 മിനിറ്റേ ഉള്ളൂ. അവിടുന്ന് ഇവിടത്തെ വരെ യാത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നതാണേ. അപ്പം നമുക്കിനി പാർക്കിൻ്റെ ഉള്ളിലേക്ക് അടുത്തേക്ക് പൈസ എടുക്കട്ടെ, കയറാം. പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് 300 ഫിൽസായിട്ടാ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. لونك زينة؟ لونك في سيارة؟ ها؟ يا هير في باركات داخل لو ما تبغى طيب كويسة سمسم ها؟ താങ്ക് യു. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. അയാൾ എന്തൊക്കെയോ പറഞ്ഞു, വീഡിയോ കിട്ടിയോന്നൊന്നും ഞാനറിയില്ല. അപ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് നടക്കുവാണ്. കുറേ ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇന്ന് നല്ല തിരക്കാണ് ഗൈസ്. ഇപ്പം നമ്മുടെ വേറെ എന്തോ പ്രോഗ്രാം ഉണ്ടോയെന്നും അറിയത്തില്ല. ആണ് അല്ലാണ്ട് ഇവിടെ അയ്യോ ഇതെന്താടാ എൻ്റെ ലക്ഷ്യ നമ്മൾ പെട്ടല്ലോടാ. എടാ നമ്മൾ പെട്ടല്ലോന്ന്. ശരിക്കും അന്ന് ഞങ്ങളവിടെ പോയത് ശരിക്കും ഞങ്ങൾ പെട്ടത് തന്നെയാണ് കേട്ടോ. കാരണം 300 ഫിൽസും കൊടുത്ത് അവിടെ കയറിയിട്ട് ജസ്റ്റ് നമ്മൾ അവിടെ കയറി ഒരു 5-10 മിനിറ്റ് മാത്രമേ അതിനുള്ളിൽ നിന്നിട്ടുള്ളൂ കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കാം. പക്ഷേ അവിടെ അത്രയ്ക്കും ആളുണ്ടായിരുന്നു അന്ന്. പിന്നെ എന്താ പറയുക, ഫുൾ അറബികൾ മാത്രമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അറബികളെ നടുക്ക് പോയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനല്ല, നമുക്ക് ഒരു കംഫർട്ടില്ലാത്തൊരു ഫീൽ തോന്നി. പിന്നെ ഞാൻ മാത്രമായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു ഹിന്ദു ആയിട്ട് കയറിയത്. കാരണം അവിടെ നിന്നുള്ള ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ 8, 9, 10 അങ്ങനത്തെ പഠിക്കുന്ന, അവരൊക്കെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. അവർ നമ്മളെന്താ വേറെ എന്തോ ഒരു ഇത് കാണുന്നതിനോട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം
അവരൊക്കെ ഫർദയൊക്കെ ഇട്ടിട്ട് ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിൽ പോയപ്പോൾ ഞാൻ മാത്രം അങ്ങനെ കണ്ടപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്കത് അത്ര കംഫർട്ടായി തോന്നിയില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ അറബികൾ നമ്മളെക്കാളും തറകളാണ് ഗൈസ്, അതുകൊണ്ട് എനിക്കെന്തോ ഒരു കംഫർട്ടായി തോന്നിയില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഒയാസിസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.